ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 10 മിനിറ്റ് പോലും നമുക്ക് വേണ്ട കേട്ടോ ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട്. എന്നാൽ ടേസ്റ്റോ നല്ല അപാര ടേസ്റ്റാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ 2 നല്ല മധുരമുള്ള ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അധികം മധുരം ഇല്ലാത്ത ഏത്തപ്പഴം എടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മധുരമുള്ള ഏത്തപ്പഴം തന്നെ എടുക്കാൻ നോക്കുക. ഒരു ഏത്തപ്പഴം എടുത്തിട്ട് ഇങ്ങനെ 4 ഭാഗങ്ങളാക്കി ചെറിയ പീസാക്കി അങ്ങനെ 2 ഏത്തപ്പഴവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത്തപ്പഴം ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്തിന് ഏത്തപ്പഴത്തിന് അത്രയ്ക്ക് അങ്ങോട്ട് കളറില്ല കേട്ടോ. അപ്പം നെയ്യിൽ നമ്മളിതിങ്ങനെ വഴറ്റിയെടുത്ത് കഴിയുന്തോറും നല്ല കളർ, നല്ല യെല്ലോ കളർ ഉണ്ടാവും കേട്ടോ നമ്മുടെ ഏത്തപ്പഴത്തിന്. അപ്പം അതുവരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഏത്തപ്പഴം അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് കുക്കായി നല്ല യെല്ലോ കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 15ഓളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ പഴത്തിൻ്റെ ഒരു മധുരം അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം ഏത്തക്കയിൽ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. ഇതായിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിൽ തന്നെ വെച്ചേക്കാതെ ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഫ്ലെയിം ഓണാക്കി മറ്റൊരു പാത്രം വെച്ച് കൊടുത്ത് ഇതിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 250 ml മെഷർമെൻറ്റ് കപ്പിലാണ് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നത്. 1/4 കപ്പ് പാലെടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ വന്നിട്ടില്ല. പിന്നെ നമ്മൾ ആദ്യം കസ്റ്റാർഡ് പൗഡറും കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതാണിത്. അപ്പോൾ അതും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം എന്താ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഏത്തയ്ക്ക് ഇങ്ങനെ നെയ്യിൽ വഴറ്റി വെച്ചിരുന്നില്ലേ, അപ്പോൾ അതാണിത്. അതിൻ്റെ ഒരു പകുതി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ മിക്സ് നെയ്യ് തടവി ഒരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കേക്ക് ടിന്നിൽ തന്നെ ഒഴിച്ചു കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. നമ്മൾ സ്റ്റീൽ പാത്രം ഉണ്ടല്ലോ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഏതെങ്കിലും ട്രേ ഉണ്ടെങ്കിൽ അതിലും ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തായാലും കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നെയ്ക്കകത്ത് വഴറ്റി ഏത്തപ്പഴം ബാക്കി മാറ്റി വെച്ചിരുന്നില്ല, അപ്പോൾ അത് മൊത്തം ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. സ്പൂണിൻ്റെ അടിഭാഗം കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറി കൂടെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഈ പുഡിങ്ങിന് ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചൂടും കൂടി മാറിയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരമായിട്ടോ ചൂടൊക്കെ മാറി ഞാനിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ്. ചെയ്യാനാണെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ളൊരു പുഡിങ് അല്ലേ ഇത്. നല്ല ടേസ്റ്റാണ് ഇത്, നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എടുക്കുന്ന ഏത്തപ്പഴം നമ്മൾ ശ്രദ്ധിക്കുക കേട്ടോ. നല്ല മധുരമുള്ള ഏത്തപ്പഴം എടുത്താൽ മാത്രമേ നമുക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊരു 4 മണിക്കൂറെങ്കിലും അത്യാവശ്യം തണുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 1 മണിക്കൂറായുള്ളൂ. 1 മണിക്കൂറായപ്പോൾ തന്നെ ഞാനിങ്ങനെ എടുത്തു. ഇതാ കണ്ടോ, കട്ട് ചെയ്തപ്പോൾ അത്രയും അങ്ങോട്ട് സെറ്റായിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ, 1 മണിക്കൂർ ആയതുകൊണ്ടാണ്. നിങ്ങൾ അത്യാവശ്യം നല്ല സെറ്റായിട്ട് തന്നെ എടുത്താൽ മതി. നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തന്നെ ഞാൻ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഗുഡ് ബൈ.